ജാൻസി സെബാസ്റ്റ്യൻ. ഞങ്ങൾ കാഞ്ഞിരപ്പള്ളിയുടെ വകയിൽ നിന്ന് വരുന്നു. ഇതെൻ്റെ മക്കൾ സാന്ദ്ര സെബാസ്റ്റ്യൻ, സയന സെബാസ്റ്റ്യൻ. ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത് 2023 ആഗസ്റ്റ് 4-ാം തീയതിയാണ്. ഞാൻ ഉടമ്പടി എടുക്കാൻ ഉണ്ടായ കാരണം ഞങ്ങളുടെ കുടുംബത്തിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഞങ്ങളുടെ വീട്ടിൽ ഞാനും എൻ്റെ ഭർത്താവും കൂടെ ആ വീട്ടിൽ കയറിയാൽ അലമ്പായിരുന്നു. എന്നത്തിനാണ് വഴക്കുണ്ടാക്കുന്നതെന്ന് അറിയത്തില്ല. പക്ഷേ ഞങ്ങൾ തമ്മിൽ അവിടെ ഒരുമിച്ചിരുന്നാൽ വഴക്കുണ്ടാക്കും. പിന്നെ സാമ്പത്തികമായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. കൊച്ചിൻ്റെ പഠിത്തം കഴിഞ്ഞ ഉടനെ കല്യാണം കഴിഞ്ഞതുകൊണ്ട് ഒരുപാട് സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് അങ്ങനെയൊക്കെ ഇരിക്കുമ്പം ഇനി ഓരോ എൻ്റെ ഭർത്താവിന് ആ വീട്ടിൽ കയറി കഴിയുമ്പം എപ്പോഴും ചോർച്ചില്ല. വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയ ഒരു രോഗവും ഇല്ല. പക്ഷേ വീട്ടിൽ കയറിയ ചോർച്ചിൽ കാരണം ആ മനുഷ്യന് കിടന്നുറങ്ങാൻ പറ്റത്തില്ല. അപ്പോൾ ഈ പ്രശ്നങ്ങളെല്ലാം കൂടി ജോലിയില്ല, എനിക്കും ജോലിയില്ല, എല്ലാം കൂടെ ആയപ്പോഴത്തേക്കും പറഞ്ഞു ഞാൻ കാരണം ആ വീട്ടിൽ പ്രശ്നം ഉണ്ടാകുന്നതെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഓർത്തു ഞാൻ എന്തിനാ ഇനിയും ജീവിക്കുന്നേ, മരിക്കാമെന്നോർത്തു. അപ്പോൾ ഈ പിള്ളേരൊന്നും അടുത്തില്ല, നിങ്ങൾ പഠിക്കുക. അപ്പം തന്നെ മരിച്ചാൽ ഈ കടമെല്ലാം ആര് കൊടുക്കും, ഈ പിള്ളേരെ എല്ലാവരും ഇങ്ങോട്ട് ഉപദ്രവിക്കത്തില്ലേ എന്ന് പേടിച്ചിരുന്നപ്പോൾ എൻ്റെ അമ്മ എപ്പോഴും എന്നോട് പറയും കൃപാസനത്തിൽ പോകണം, പ്രാർത്ഥിക്കണം, എല്ലാം മാറും, അവിടെ ചെന്നാൽ മാറുമെന്ന്. പക്ഷേ എനിക്ക് ഒരിക്കലും ഇവിടെ വരാൻ സാധിച്ചില്ല. എനിക്ക് വണ്ടിക്കൂലി പോലും ഇല്ല ഇവിടെ വരാൻ. എനിക്ക് തന്നെ വരാൻ അറിയത്തില്ല, എന്നെ കൊണ്ടുവരാൻ ആരുമില്ല. അപ്പം ഞാൻ എൻ്റെ കൂട്ടുകാരോട് ഇങ്ങനെ പറഞ്ഞപ്പോൾ എന്നെ ഭാവിച്ചേർന്നു നമ്മളെയും കൂടെ ജൂലൈ 28-ാം തീയതി ഇവിടെ എന്നെ കൊണ്ടുവന്നു. ഞാൻ അമ്മയുടെ ആ മുമ്പിലിരുന്ന് ഞാൻ അമ്മയോട് ഒത്തിരി കരഞ്ഞ് പ്രാർത്ഥിച്ചു. എനിക്കറിയത്തില്ല എന്നാ പ്രാർത്ഥിക്കണം, ഞാൻ ഒരുപാട് ഇരുന്ന് കരഞ്ഞു. ഞാൻ ഇവിടുന്ന് ഇറങ്ങിപ്പോയി. ഇപ്പം ഉടമ്പടി എടുക്കുന്നത് എങ്ങനെയാണെന്നോ ഒന്നും അറിയത്തില്ലായിരുന്നു. അപ്പം ഞാൻ ഇവിടുന്ന് ഇറങ്ങിപ്പോയപ്പോൾ ഞാൻ അമ്മയോട് ഇപ്പം എൻ്റെ ഭർത്താവിനോട് ഞാൻ പറഞ്ഞു എന്നെ ഒന്ന് കൊണ്ടുപോകാമോ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു ഇവിടെ മാതാവുണ്ടല്ലോ, പിന്നെ എന്തിനാ അങ്ങോട്ട് പോകുന്നതെന്ന് ചോദിച്ചു. അന്നേരം എനിക്ക് തന്നെ വരാനും അറിയത്തില്ല. അപ്പം ഞാൻ ഇവിടുന്ന് ആ നടയിൽ ഇറങ്ങിയപ്പോൾ ഞാൻ അമ്മയോട് പറഞ്ഞു അമ്മ എൻ്റെ ഭർത്താവിനെ ഞാൻ നിർബന്ധിക്കത്തില്ല, പക്ഷേ എൻ്റെ ഭർത്താവ് എന്നെ ഇവിടെ കൊണ്ടുവരണം, അമ്മ അതിനുള്ളൊരു വഴി ഉണ്ടാക്കണമെന്ന് പറഞ്ഞിട്ട് ഞാൻ പോയി. പിറ്റേ ആഴ്ചയിൽ അടുത്ത വ്യാഴാഴ്ച ആയപ്പോഴത്തേക്ക് എൻ്റെ മനസ്സിൽ ഇങ്ങനെ ഒരു വിഷമം, ഉടമ്പടി എടുക്കാൻ പറ്റിയില്ല, വിഷമങ്ങൾ കൂടി വരുക, ഞാൻ എന്നാ ചെയ്യും, ജീവിക്കണോ എന്നറിയത്തില്ല. അപ്പം അതിനു മുമ്പ് ഞാൻ ജൂൺ മാസമൊക്കെ ആയപ്പോഴത്തേക്ക് ഒരു ദിവസം ഇങ്ങനെ മരിക്കാമെന്നിങ്ങനെ ഓർത്തുകൊണ്ട് ഞാൻ യൂട്യൂബിൽ ചുമ്മാ ഇങ്ങനെ നോക്കിയപ്പോൾ അച്ഛൻ്റെ ഒരു ധ്യാനം കണ്ടു. ഞാൻ ആ ധ്യാനം കൂടിയപ്പോൾ ഞാൻ ഓർത്തു ഞാൻ എന്തിനാ മരിക്കുന്നേ, എനിക്ക് എൻ്റെ ഈശോ ഉണ്ടല്ലോ എന്നോർത്ത് ഞാൻ ആ ധ്യാനം കൂടിയപ്പം അത് കഴിഞ്ഞ് എനിക്ക് ശക്തി കിട്ടി. ഞാൻ ആ ഒരു മാസം ഞാൻ ഈ ഉടമ്പടി ജീവിതം നയിച്ചു. ഞാൻ എൻ്റെ പാവങ്ങളെല്ലാം വെറുത്തുപേക്ഷിച്ചു. ഞാൻ എന്നും ബൈബിൾ വായിക്കാൻ തുടങ്ങി. പറ്റുന്ന ദിവസം എല്ലാം ഞാൻ കുർബാനയ്ക്ക് പോയി. അങ്ങനെ ഒരു 1.5 മാസം ഞാൻ നോക്കിയിട്ടാണ് എനിക്ക് ഇവിടെ വരാൻ പറ്റിയത്. അന്ന് അവരെന്നെ കൊണ്ടുപോയി കഴിഞ്ഞ് എൻ്റെ വ്യാഴാഴ്ച ഞാനിങ്ങനെ ആലോചിക്കുമ്പോൾ കൊച്ചവിടെ ഉണ്ടായിരുന്നു. ഞാൻ ഓർത്തു അവളെയും വിളിച്ചുകൊണ്ട് എങ്ങനെയാലും ഇവിടെ വരാം, ആരോടെങ്കിലും ചോദിച്ചിട്ട് എന്നോർത്തുകൊണ്ട് അടുത്തുള്ളൊരു ചേച്ചി സാലിമയെന്ന് പറഞ്ഞ ചേച്ചി ഉടമ്പടി എടുത്ത. അപ്പോൾ അമ്മ എപ്പോഴും പറയും കൊച്ചവിടെ എന്ന്. അന്നേരം ഞാൻ അവരോട് ചോദിച്ചു എങ്ങനെയാണ് പോകുന്നേ. അപ്പോൾ ഞാൻ 2-3 പേരോട് ചോദിച്ചപ്പോൾ ആരുമില്ല എൻ്റെ കൂടെ വരാൻ. അപ്പം ഞാൻ അവരോട് ഇങ്ങനെ ചോദിക്കുന്ന കേട്ടപ്പോഴത്തേക്കും എൻ്റെ ഭർത്താവ് തന്നെ എന്നോട് പറയാം നീ എന്തിനാ ഇവരോടൊക്കെ ചോദിക്കുന്നത്, ഞാനില്ല നിന്നെ കൊണ്ടുപോകാൻ, ഞാൻ നിന്നെ കൊണ്ടുപോകാമെന്ന്. ഞങ്ങൾ വെള്ളിയാഴ്ച രാവിലെ ഞാനും എൻ്റെ 2ാമത്തെ കൊച്ചും ഭർത്താവും കൂടി ഇവിടെ വന്നു, ഉടമ്പടി എടുത്തു. അപ്പോൾ കൊച്ചിന് ഞാൻ ഉടമ്പടി എടുക്കാൻ കയറിയപ്പോൾ ഇവിടെ വന്നപ്പോഴത്തേക്കും അവൾ പറഞ്ഞു അമ്മേ എൻ്റെ പരീക്ഷ, അവൾ BSc കാർഡിയാക്ക് പഠിക്കുക. അവൻ പറഞ്ഞു അമ്മേ പരീക്ഷ ഭയങ്കര പാടായിരുന്നു അമ്മേ, ഞാൻ ജയിക്കത്തില്ല, എന്നെ ഒന്നും പറയല്ലേ, എല്ലാവർക്കും പാടായിരുന്നെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു മോനെ ഞാൻ ഉടമ്പടി എടുക്കാൻ പോവാം, കൊച്ചി ഇവിടെ ഇരുന്ന് അമ്മയോട് പറ, അമ്മ അത് സാധിച്ചു തരുമെന്ന് പറഞ്ഞിട്ട് ഞാൻ കയറിപ്പോയി. ഉടമ്പടി എടുത്തു കഴിഞ്ഞ് ഇവിടെ വന്ന് നിന്നപ്പം എനിക്കൊരു കറണ്ട് അടിക്കുന്ന പോലെ ഒരു അനുഭവം ഉണ്ടായി. അത് കഴിഞ്ഞ് ഞാൻ വീട്ടിൽ ചെന്നപ്പോൾ എനിക്ക് തലവേദന ഉണ്ട്. 5 വർഷമായിട്ട് ഞാൻ 2 ഗുളിക കഴിച്ചാലാണ് ഞാൻ രാത്രി കിടന്നുറങ്ങുന്നത്. തലവേദന കൂടിയാൽ ഇഞ്ചക്ഷൻ എടുക്കാതെ എൻ്റെ തലവേദന മാറത്തില്ലായിരുന്നു, അതുപോലെ തലവേദനയായിരുന്നു. ഇവിടെ വന്ന് ഉടമ്പടി എടുത്തേ പിന്നെ എനിക്ക് ഈ സമയം വരെ ആ തലവേദന ഉണ്ടായിട്ടില്ല. പിന്നെ എൻ്റെ വീട്ടിൽ പ്രശ്നവും ഉണ്ടായിരുന്നു പറഞ്ഞു. ഞാൻ 2 ആഴ്ച ഇങ്ങനെ നമ്മുടെ ഉടമ്പടി ജീവിതം ഇങ്ങനെ തുടർന്ന് പോയിക്കൊണ്ടിരുന്നപ്പോൾ ഒരു ദിവസം ഞാൻ പെട്ടെന്ന് ഉറക്കം വന്ന് ഞാൻ കിടക്കാൻ പോയി. ഞാൻ അവിടെ കിടന്ന് ഇങ്ങനെ ഒന്ന് മയങ്ങി വന്നപ്പോഴത്തേക്കും എൻ്റെ മുമ്പിൽ ഇങ്ങനെ ഞാൻ എൻ്റെ അടുക്കളയിൽ ഇരിക്കുന്നു. അപ്പോൾ എൻ്റെ ഭർത്താവ് എൻ്റെ അടുത്ത് നിൽപ്പുണ്ട്.
അന്നേരം ഈ ഞങ്ങളുടെ കതകിനൊരു നേരത്തെ കതകിനൊരു ഒരു വിടവുണ്ടായിരുന്നു. അപ്പം ഞാൻ ആ കട്ടിൽപ്പടിയിൽ ഇങ്ങനെ ഇരിക്കുമ്പം ഒരാൾ മുറ്റത്തോടെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും എന്നെ നോക്കിക്കൊണ്ട് നടന്നു പോവുക. അപ്പം ഞാൻ ഓർത്ത് ഇതാരാ അതിലെ നടക്കുന്നേ. അപ്പോൾ ആ രൂപം കുറച്ച് എന്നെ നോക്കും, അങ്ങോട്ട് നടക്കും, തിരിച്ച് നടക്കും. എന്നിട്ട് ആ വിടവിൻ്റെ ഇടയ്ക്കോടെ ഒരു കമ്പ് അകത്തോട്ട് ഇങ്ങനെ ഇട്ട് കുത്തുക. അപ്പോൾ എൻ്റെ ഭർത്താവ് ആ കമ്പയെ പിടിച്ചപ്പോഴത്തേക്കും ആ കതക് അങ്ങ് മറിഞ്ഞു പോയി. അപ്പോൾ ഒരു ചീഞ്ഞളിഞ്ഞ മുഖമുള്ള ഒരു രൂപം എൻ്റെ മുമ്പിൽ വന്ന് നിന്നു. ഞാൻ ഉടമ്പടി ഉപ്പെടുത്തിടുന്നതും കണ്ടു, അത് അലിഞ്ഞു പോകുന്നതായിട്ട് ഞാൻ സ്വപ്നം കണ്ടു. അത് അങ്ങനെ കണ്ടേ പിന്നെ എൻ്റെ കുടുംബത്തിൽ ഇതുവരെ അലമ്പോ വഴക്കോ ഒന്നുമില്ല. ഞങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ പറ്റത്തില്ലായിരുന്നു. ഇതുവരെ ആ കുടുംബ പ്രാർത്ഥന മുടങ്ങോ ഒന്നും ചെയ്തിട്ടില്ല. സമാധാനമുണ്ട് ഇപ്പം വീട്ടിൽ. പിന്നെ എൻ്റെ കൊച്ചിൻ്റെ മാർക്കിൻ്റെ കാര്യം പറഞ്ഞില്ലേ, റിസൾട്ട് വന്നപ്പോൾ അവൾക്ക് ഡിസ്റ്റിങ്ഷൻ കിട്ടി. എല്ലാ പിള്ളേർക്കും മാർക്ക് കുറേ 2-3 എല്ലാം പോവുകയൊക്കെ ചെയ്തു. പക്ഷെ അവൾക്ക് മാത്രം ഡിസ്റ്റിങ്ഷൻ നൽകി അമ്മ അനുഗ്രഹിച്ചു. അതുപോലെ എൻ്റെ ഇളയ കൊച്ച്, ചെറുക്കൻ കൊച്ചുണ്ട് ഒരെണ്ണം, അത് പഠിക്കത്തില്ല, വീട്ടിൽ വന്നൊന്നും വായിക്കത്തൊന്നുമില്ല. അപ്പോൾ അവൻ +1 മാർക്ക് കുറവായിരുന്നു. അപ്പോൾ ലാസ്റ്റ് പരീക്ഷയ്ക്ക് ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മേ അവൻ പരീക്ഷയ്ക്ക് പോകും, അപ്പോൾ എന്നും തൈലം തേച്ച് അവനെ വിടുന്നേ. അമ്മയോട് പറഞ്ഞു, അമ്മേ അമ്മ കൂടെ ഇരുന്ന് അവൻ്റെ കൂടെ ഇരുന്ന് പരീക്ഷ എഴുതണം, അല്ലാതെ അവൻ ജയിക്കത്തില്ല. അമ്മ അവൻ്റെ പേപ്പർ നോക്കണമെന്ന് പ്രാർത്ഥിച്ച് വിട്ടു. അവന് ജയിക്കുമെന്ന് വിചാരിച്ച് അവനെ നല്ല മാർക്ക് കൊടുത്ത് അമ്മ അവനെ സഹായിച്ചു. അതുപോലെ എൻ്റെ മൂത്ത കൊച്ചിന് ജോലിക്ക് കയറാൻ പറ്റത്തില്ല. അവൾ BSc പഠിച്ചു കഴിഞ്ഞതാണ്. അപ്പോൾ അവൾ ഡൽഹിയിലാണ്, അവളും ഭർത്താവും കൂടെ. അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും അവൾക്ക് അസുഖം ഉണ്ടായി. അതിൻ്റെ കൂടെ ജോലിക്ക് കയറാൻ പറ്റുന്നില്ല, സർട്ടിഫിക്കറ്റ് കിട്ടത്തില്ലെന്ന് പറഞ്ഞു. സർട്ടിഫിക്കറ്റ് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഉടനെ എങ്ങും കിട്ടത്തില്ലെന്ന്. അപ്പോൾ അവൾ എന്നും കരച്ചില്ല, അമ്മേ ഞാനിവിടെ ഇരുന്ന് മടുത്തു, എനിക്ക് അസുഖമാണ്, ഞാൻ അങ്ങോട്ട് വരുവാന്ന്. അപ്പോൾ പൈസ അയച്ചു കൊടുക്കാൻ ഇല്ലാത്തതുകൊണ്ട് വരാൻ പറയാനും പറ്റത്തില്ലാത്ത ഒരവസ്ഥയിലായിരുന്നു. പക്ഷെ ഞാൻ ഉടമ്പടി എടുക്കാൻ ഇവിടെ വന്ന് നിന്നപ്പോഴത്തേക്ക് അവളോട് അവർ പറഞ്ഞു സർട്ടിഫിക്കറ്റ് ഒന്നും വേണ്ടെന്ന് പറഞ്ഞ് നല്ലൊരു ആശുപത്രിയിൽ അവൾക്ക് ജോലി കിട്ടി. അതുപോലെ നോമ്പിൻ്റെ സമയത്ത് എനിക്ക് രണ്ടാമത് ഞാൻ ഉടമ്പടി പുതുക്കി കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ദുരിതങ്ങളേ ഉള്ളായിരുന്നു. എന്നും ഓരോ പ്രശ്നങ്ങളും ഓരോ വിഷമങ്ങളും രോഗങ്ങളും എല്ലാമായിരുന്നു. അപ്പോൾ ലാസ്റ്റ് നമ്മുടെ ഈസ്റ്ററിൻ്റെ അന്ന് എൻ്റെ ഭർത്താവ് രാവിലെ കൂട്ടുകാരും കൂടി അങ്ങ് പോയപ്പോഴത്തേക്കും ഞാൻ ഈ പിള്ളേരോട് പറഞ്ഞു, അച്ചാച്ചിക്ക് എന്തോ ഒരു അപകടം വരാൻ പോവുക, എന്നാന്നറിയത്തില്ല, എന്തോ ഒന്ന് സംഭവിക്കുമെന്ന് പറഞ്ഞു. എന്നിട്ട് ഉച്ചയായപ്പോഴത്തേക്കും ഭർത്താവ് കയറി വന്നു. എന്നിട്ട് കിടന്ന് ഉറങ്ങുക. അന്നേരത്തെ ഈ കൊച്ചിനെ ഒന്ന് എൻ്റെ വീട്ടിൽ കൊണ്ടുപോകണമായിരുന്നു. അന്ന് വൈകിട്ട് ആ കൊച്ചിന് പോകണം. അന്നേരത്തേക്ക് ഞാൻ അവളെയും കൊണ്ട് പോകാൻ വേണ്ടി അങ്ങോട്ട് ഇറങ്ങി. ഇപ്പം ഞാൻ ഇങ്ങനെ മനസ്സിലോർക്കും, ഒരു മുറി കണ്ടു. ആ മുറിയിലൊരു കട്ടിലേൽ എൻ്റെ ഭർത്താവ് ഇരിക്കുന്നു. അപ്പം ഞാൻ എന്തോ പറ്റി. അപ്പം ഞാൻ തിരിച്ചു വരുമ്പോൾ എൻ്റെ ഭർത്താവിനെ ആശുപത്രിയിലായിരിക്കും കാണുന്നത്, എൻ്റെ വീട്ടിലായിരിക്കും വരുന്ന ഓർത്തുകൊണ്ട് അങ്ങനെ തോന്നി എനിക്ക്. എന്നിട്ട് ഞാൻ ഇറങ്ങിപ്പോയി. ഞാനും കൊച്ചും കൂടെ വീട്ടിൽ ചെന്ന് കയറിയപ്പോഴത്തേക്കും എന്നെ പെട്ടെന്ന് വിളിക്കുക, ജാൻസി മോളെ എൻ്റെ ദേഹം മൊത്തം ചൊകരയാടി, എന്നാ പറ്റിയെന്ന് അറിയത്തില്ല, നീ ഒന്ന് ഓടി വരാമോ, ഞാൻ ആശുപത്രിയിലാന്ന്. ഞാൻ അവിടെ ചെല്ലുമ്പോൾ ഞാൻ കണ്ട അതേ മുറിയിൽ എൻ്റെ ഭർത്താവ് കിടക്കുക. ഞാൻ ഇരിക്കുന്നതാണ് കണ്ട, പക്ഷേ അതേ മുറി ഞാൻ കണ്ടിട്ട് പോലുമില്ല. ആ മുറി കിടക്കുക. പിന്നെ അവർ പറഞ്ഞ് ബോധമില്ലായിരുന്നു, എന്നാ പറ്റിയെന്ന്. കുറേ നേരം വീട്ടിൽ കിടന്നു, ഒത്തിരി ചൊകര പോയി. അയൽവക്കത്തുള്ള ഒരു പിള്ളേർ എടുത്തുകൊണ്ട് പോയത്. എങ്ങനെയോ ഇറങ്ങിപ്പോയെന്നാണ് പറഞ്ഞത്. അമ്മ മാതാവ് എഴുന്നേൽപ്പിച്ച് വിട്ടു. ആരും വീട്ടിലില്ലായിരുന്നു. 9 സ്റ്റിച്ച് ഉണ്ടായിരുന്നു നെറ്റിയിൽ. എന്നിട്ട് മെഡിക്കൽ കോളേജിന് പോകാൻ പറഞ്ഞു. ഞാൻ തന്നെയേ ഉള്ളൂ. ആംബുലൻസിൽ കയറി ഞാൻ പെട്ടെന്ന് പോയി. കൊച്ചിന് പോകേണ്ടത് കൊണ്ട് കൊച്ചിനെ വീട്ടിലോട്ട് വിട്ടു. ഞാൻ അവിടെ ചെന്ന് സ്റ്റിച്ച് ഇടാൻ വേണ്ടി രാത്രിയായപ്പോൾ സ്റ്റിച്ച് ഇടാൻ നോക്കിയപ്പോഴത്തേക്കും അന്ന് ഒത്തിരി അപകടം ഉണ്ടായിരുന്നു. എല്ലാം ഈ മുഖത്താണ് ഓരോരുത്തരുടെയും. അപ്പം അവരെല്ലാം കിടന്ന് പൊളയുക, കരയുക ഈ സ്റ്റിച്ച് ഇടുമ്പം. അപ്പം എൻ്റെ ഭർത്താവിൻ്റെ സ്റ്റിച്ച് ഇടാൻ നേരത്ത് ഞാൻ മാത്രം ഉണ്ട് അടുത്ത്. ഒന്ന് പിടിക്കാനാണേലും ആരുമില്ല. അപ്പം ഞാൻ നോക്കുമ്പോൾ ഈ ചൊകര ഇങ്ങനെ ഒഴുകുക. അപ്പോൾ ആ സ്റ്റിച്ച് ഇടുന്നിടത്ത് ഇങ്ങനെ കരയുണ്ട്, തട്ടാൻ തുടങ്ങി. അപ്പോൾ ഡോക്ടർ പറഞ്ഞു അനങ്ങിയാൽ അത് ഇടത്തില്ല, അത് നല്ല മുറിവാണ്, അതുകൊണ്ട് അത് അനങ്ങാതിരിക്കണം. അപ്പോൾ ഞാൻ നോക്കുമ്പം ഞാൻ ഈ കാശ് രൂപ എപ്പോഴും എൻ്റെ കയ്യിലുണ്ട്. ഞാൻ അത് മുഖത്തോട്ട് വെച്ചിട്ട് എൻ്റെ അമ്മയോട് പറഞ്ഞു, അമ്മേ ഈ എൻ്റെ ഭർത്താവ് അറിയല്ലേ ഈ വേദന, അമ്മയൊന്ന് ഉറക്കി തരണേ, അല്ലെങ്കിൽ എന്നാ ചെയ്യും സ്റ്റിച്ച് ഇടാന്ന്. അത് പറഞ്ഞു തീർന്നില്ല. ആ സ്റ്റിച്ച് ഇട്ടതോ ഒന്നും ആ ഭർത്താവ് അറിഞ്ഞില്ല, ഒരു വേദനയും എടുത്തില്ല. തിരിച്ച് 7 ദിവസം കഴിഞ്ഞ് സ്റ്റിച്ച് എടുക്കാൻ കൊണ്ടുപോകണമെന്ന് പറഞ്ഞു. അതിന് പൈസ ഇല്ല, എങ്ങനെ കൊണ്ടുപോകും, മെഡിക്കൽ കോളേജ് വരെയും പോകണ്ടേ.
അത് ഞാൻ തൈലം തേച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് 7-ാം ദിവസം ആ സ്റ്റിച്ച് തന്നെ താഴെ പോയി. എല്ലാം ഒന്നിനും ആശുപത്രി പോകേണ്ടി വന്നില്ല. പിന്നെ ആത്മീയമായിട്ടുള്ളതെന്ന് വെച്ചാൽ ഞാൻ എപ്പോഴും പള്ളിയിൽ കൊറോണ കഴിഞ്ഞപ്പോൾ പിന്നെ പള്ളിയിൽ അങ്ങനെ വല്ലപ്പോഴും പോകുന്നത്. ഞായറാഴ്ച തന്നെ പോകാതിരിക്കുന്ന ദിവസം ഉണ്ടായിരുന്നു. പക്ഷേ ഉടമ്പടി എടുത്തേ പിന്നെ ഞാൻ എന്നും പള്ളിയിൽ പോകും. പറ്റുന്ന എല്ലാ ദിവസവും എനിക്ക് രോഗം വന്ന് അതുപോലെ എഴുന്നേക്കാൻ മേലെങ്കിൽ മാത്രമേ ഞാൻ പള്ളിയിൽ പോകാത്തുള്ളൂ. ബൈബിൾ ഒരു പ്രാവശ്യം വായിച്ച് തീർന്നു, എന്നും സ്ഥിരമായിട്ട് വായിക്കും. അതുപോലെ കാരുണ്യ പ്രവൃത്തിയും എല്ലാ മാസവും ഇവിടെ വന്ന് ഞാൻ പത്രം മേടിച്ച് എല്ലായിടത്തും കടകളിലും വീടുകളിലും പള്ളികളിലും എല്ലാം കൊണ്ട് കൊടുക്കും. അതുപോലെ തന്നെ എനിക്ക് ഈ 2 മാസം ഞാൻ മേലാതെ കിടന്നുപോയി. എനിക്ക് എൻ്റെ 5 ഡിസ്ക് ഇവിടുന്ന് പെടലിയുടെ തെന്നിപ്പോയിട്ട് എനിക്ക് കിടക്കത്തില്ലായിരുന്നു, ഇരിക്കത്തില്ലായിരുന്നു, എനിക്ക് എഴുന്നേറ്റ് നിൽക്കത്തില്ല. അപ്പോൾ ഡോക്ടർ നേരത്തെ ഉണ്ടായത്. അപ്പോൾ ഡോക്ടർ എന്നോട് പറഞ്ഞായിരുന്നു, ഇനി ഉണ്ടായാൽ നിങ്ങൾ എഴുന്നേറ്റ് നടക്കത്തില്ലെന്ന് പറഞ്ഞായിരുന്നു. അതുകൊണ്ട് എൻ്റെ ഈ ഇടത് കൈ മൊത്തം വേദനയായിരുന്നു. അപ്പം ഞാൻ നമ്മുടെ വണക്കമാസം മൊത്തം ഞാൻ കട്ടിലേ കിടന്നുകൊണ്ടാണ് കൂടിയത്. എനിക്ക് എഴുന്നേറ്റ് ഇരിക്കത്തില്ലായിരുന്നു, ഞാൻ കിടന്നുപോയി. അപ്പം ഞാൻ ഉടമ്പടി പുതുക്കേണ്ട സമയം കഴിഞ്ഞ കുറച്ച് ദിവസം മുമ്പോട്ട് പോയപ്പോൾ ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മേ ഞാൻ ഇങ്ങനെ കിടന്നാൽ എന്നാ ചെയ്യും, ഞാൻ എന്നാണല്ലോ ഉടമ്പടി പുതുക്കാൻ വേണ്ടി വരുക, അമ്മ എന്നെ കാത്തോണം. അപ്പോൾ ഞാനും എൻ്റെ ഭർത്താവും കൂടെ ബൈക്കിനാണ് വരുന്നത്, ആക്റ്റീവയ്ക്ക്. അപ്പോൾ ഞാൻ പറഞ്ഞു, അമ്മ ഇതേ ഉള്ളു വഴി, ഞാൻ വരുക, അമ്മ എന്നെ കാത്തോണം എന്ന് പറഞ്ഞ് ഞാൻ ഇവിടെ വന്നു. എനിക്ക് ഒരു കുഴപ്പവും കൂടാതെ ഇവിടെ വന്ന ഉടമ്പടി പുതുക്കി തിരിച്ചു പോകാൻ പറ്റി. അത് കഴിഞ്ഞ് ഞാൻ അമ്മയോട് പറഞ്ഞു, ഞാൻ ഇനി മരുന്ന് കഴിക്കാൻ പോകത്തില്ല. ഞാൻ 15 ദിവസമേ മരുന്ന് കഴിച്ചുള്ളൂ. ഞാൻ പറഞ്ഞു, ഇനി ഞാൻ മരുന്ന് കഴിക്കാൻ പോകത്തില്ല. ഞാൻ എന്നും വിശുദ്ധ ബലിയർപ്പിക്കും, വിശുദ്ധ കുർബാന സ്വീകരിക്കും. ഇതാ എൻ്റെ മരുന്ന്. എന്നെ അമ്മ എഴുന്നേൽപ്പിച്ച് നടത്തണം. എന്നെ എൻ്റെ അമ്മയും അപ്പയും കൂടെ താങ്ങിയാൽ മതി. ഞാൻ ഇനി മരുന്ന് മേടിക്കാൻ പോകത്തില്ല. എനിക്ക് മരുന്ന് മേടിക്കാൻ പോകാൻ പൈസ ഇല്ല. എൻ്റെ കൂട്ടുകാർ ഇങ്ങോട്ട് 1-2 പേര് കൊണ്ട് തന്നാൽ ഞാൻ മരുന്ന് മേടിക്കാൻ പോയത്. അതുകൊണ്ട് എനിക്കിനിയും പറ്റത്തില്ല അമ്മേ, അതുകൊണ്ട് അമ്മ എന്നെ താങ്ങിക്കണമെന്ന് പറഞ്ഞ് ഈ സമയം വരെ അമ്മ എന്നെ നടക്കുമെന്ന് പറഞ്ഞ് ഞാനാ ഇപ്പം എഴുന്നേറ്റ് നടക്കുന്നത്. ഞാൻ മരുന്നൊന്നും കഴിക്കുന്നില്ല. ഞാൻ പെട്ടെന്ന് ദേഷ്യപ്പെടുന്ന ആളായിരുന്നു. ഉടമ്പടി എടുത്തേ പിന്നെ ഞാനിപ്പോൾ ദേഷ്യപ്പെടത്തില്ല. എന്നാ വന്നാലും എനിക്ക് എന്തൊക്കെ ബുദ്ധിമുട്ടായാലും അമ്മ എൻ്റെ കൂടെ ഉള്ളതുകൊണ്ട് എനിക്കത് സഹിക്കാൻ പറ്റും. അതുപോലെ ജപമാലയൊന്നും ചെല്ലത്തില്ല. ഞാനിപ്പം എനിക്ക് ശകല നേരം കിട്ടിയാലും ഞാൻ എങ്ങനെയാണല്ലോ ഒരു സമ്പൂർണ്ണ ജപമാല ചെല്ലാതെ ഒരു ദിവസം പോലും കിടന്നുറങ്ങത്തില്ല. ജപമാല ചെല്ലും. അതുപോലെ തൈലം പലർക്കും തേച്ച് കൊടുത്തിട്ട് ഒത്തിരി പേർക്ക് രോഗസൗഖ്യം കിട്ടിയിട്ടുണ്ട്. ഞാൻ എപ്പോഴും ഇത് കൂടെ കൊണ്ട് നടക്കും. തൈലവും ഉപ്പും എല്ലാം എൻ്റെ കൂടെ എപ്പോഴും ഉണ്ട്. ഞാനിത് ആർക്ക് അത്യാവശ്യം വന്നാലും അന്നേരം അതെല്ലാം അവർക്ക് തേച്ച് കൊടുക്കും, പ്രാർത്ഥിക്കും. ഇത്രയൊക്കെ അനുഗ്രഹം ഞങ്ങൾക്കും എൻ്റെ കുടുംബത്തിനും എനിക്ക് നൽകിയ ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും കോടാനുകൂടി നന്ദി പറയുന്നു.